മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തന മാഫിയ. മുസ്ലിം മതമൗലികവാദികളുടെ ലക്ഷ്യം ഹിന്ദു പെൺകുട്ടികൾ. ഡോക്ടർ റമീസ് മാലിക്കിന്റെ അറസ്റ്റിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിലെ തന്നെ മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജുകളും കേന്ദ്രീകരിച്ച് മതപരിവർത്തന മാഫിയ സജീവമാണെന്ന് കണ്ടെത്തലുണ്ടാകുന്നു. മുസ്ലിം മതമൗലികവാദികളുടെ നേതൃത്വത്തിലാണ് വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നത്. ഡോക്ടർ റമീസ് മാലിക്കിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വിവാഹ വാഗ്ദാനം നൽകി 28-കാരിയായ സഹപ്രവർത്തകയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ സീനിയർ റെസിഡന്റ് ഡോക്ടർ റമീസ് മാലിക് അറസ്റ്റിലാവുകയായിരുന്നു. ലക്നൌ, കാൺപൂർ, ബസ്തി, ഗോരഖ്പൂർ തുടങ്ങിയ മേഖലകളിൽ സമാനമായ രീതിയിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയും സ്വകാര്യ കൂടിക്കാഴ്ചയിലൂടെയും മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ തീവ്രവാദ ചിന്തയിലേക്കും മതപരിവർത്തനത്തിലേക്കും നയിക്കുന്നതാണ് ഇവരുടെ രീതി. നാഷണൽ മെഡിക്കൽ ഓർഗനൈസേഷൻ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയും വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഉത്തർപ്രദേശ് പോലീസിന് കൈമാറി കഴിഞ്ഞു. ആഗ്രയിലും ഫരീദാബാദിലും മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ഇതിന് ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഉത്തർപ്രദേശ് മൊത്തം വ്യാപിച്ചിരിക്കുന്ന വൈറ്റ് കോളർ തീവ്രവാദ മതപരിവർത്തന ശൃംഖലയ്ക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ലവ് ജിഹാദ്, മതപരിവർത്തനം, ദേശവിരുദ്ധ ഗൂഢാലോചനകൾ എന്നിവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ പെൺമക്കളോട് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള ദ്രോഹവും അനുവദിക്കില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കർശന മുന്നറിയിപ്പ് നൽകി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് സമൂഹം ബോധവാന്മാരായിരിക്കണമെന്നും അവയെ ചെറുക്കാൻ ബഹുമാനപ്പെട്ട സന്യാസിമാരും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച ഹരിയാനയിലെ സോണിപത് ജില്ലയിലെ മൂർത്താലിലുള്ള ബാബാ നാഗി വാലാധാമിൽ സംഘടിപ്പിച്ച നാഥ് വിഭാഗത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ മറവിൽ നിരവധി പേർ സനാതന ധർമ്മത്തെ ദ്രോഹിക്കുന്നുണ്ടെന്നും അവർക്കെതിരെയും നാം ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു. ഒരു യോഗിക്കും ഒരു സന്യാസിക്കും രാഷ്ട്രം അവരുടെ ആത്മാഭിമാനമാണ്. ദേശീയാഭിമാനത്തെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ നമ്മൾ അവരെ പരസ്യമായി നേരിടണം. മതത്തിന്റെ മറവിൽ സനാതന ധർമ്മത്തെ ദുർബലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുന്ന അത്തരം നിരവധി പേരുണ്ടാകും. നമ്മൾ അവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ മതപരിവർത്തനവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിയന്ത്രിക്കുമെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നു. ഇതോടൊപ്പം ജനസംഖ്യാശാസ്ത്രത്തിന് മാറ്റം വരുത്താനുള്ള ഗൂഢാലോചനയും ലവ് ജിഹാദിന്റെ പേരിൽ പെൺമക്കളെ ചൂഷണം ചെയ്യുന്നതും തടയുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവബോധത്തോടെ അത് തടയുക തന്നെ വേണം. സമൂഹത്തിലെ ബോധമുള്ള അംഗങ്ങളും ആദരണീയരായ സന്യാസിമാരും ഇത് പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.